പ്രതീക്ഷിച്ചാൽ അപ്പുറം കിടിലം പടം, ഒരു രക്ഷയില്ല. 3D തന്നെ കാണണം, വിഷ്വൽ എഫക്റ്റ് ഒക്കെ കിടിലം. ടൊവിനോ അഭിനയിച്ച് തകർത്തു. ടൊവിനോ ഒരു എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ സ്റ്റോറീസും നമ്മൾ പണ്ട് കേട്ടിട്ട് പോയ കുറേ സ്റ്റോറീസും എന്ത് പറയും, കണ്ടിട്ടില്ലാത്തൊരു സ്റ്റോറി. നല്ല പടം, നല്ല പടം, നല്ല പടം. ഓണത്തിനിറങ്ങി ഈ ഗൂസ് ബംസ് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഒരുപാടുണ്ട്. പിന്നെ ഒരു എന്തോ ഒരു മിസ്സിംഗ് പോലെ തോന്നിയെങ്കിലും പെർഫോമൻസ് വേറെ ലെവൽ, ഒരു രക്ഷയില്ല. അടിപൊളി വിഷ്വൽസ്, പടം കണ്ടിരുന്നു പോകും. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, തിയേറ്ററിൽ ഒരുപാട് പ്രതീക്ഷിച്ച് വരണ്ട, പക്ഷെ കാണാൻ നല്ല സാധനമാണ്, അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. സ്ക്രീനിൽ കാണുന്നുണ്ട്. 3D എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഈ ഫ്ലെയിംസിൻ്റെ ഒക്കെ ഓരോ പൊരിലുണ്ടല്ലോ, അതൊക്കെ വന്നാൽ അടിപൊളിയായിട്ടുണ്ട്. നല്ല എടുത്ത ചെയ്യുന്ന പൊളി സാധനമാണ്, നല്ലത്. ഹൈപ്പിലാണെന്ന് പറയുമ്പോഴത്തേക്കും ബ്രോ ഈ ഗൂസ് ബംസ് ഈ ബാഹുബലി ആ ടൈപ്പ് ഒന്നുമില്ല, പക്ഷേ ക്ലാസ് ആയിട്ട് മലയാളത്തിൽ നല്ല വിഷ്വൽ ആയിട്ടുള്ള 3D ഒരു പടം. മേക്കിംഗ് വേറെ ലെവലായിട്ടുണ്ട്. സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് ഒരു പിടുത്തം കിട്ടില്ല, ആ രീതിയിൽ സാധനമുള്ളത്. അടിപൊളി പടം, നല്ല രസമുണ്ട് കാണാൻ, കണ്ടിരിക്കും. കരിയർ ബെസ്റ്റ് ഫിലിമിന് അടിപൊളി ഫിലിമാണ്. 3D എഫക്റ്റ് ആയിരുന്നാലും അടിപൊളിയായിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ട്. വിഷ്വൽ 3D തന്നെ കാണണം കേട്ടോ, മാക്സിമം 3D തന്നെ കാണാൻ നോക്കുക, കാര്യം അത്രയും എഫക്റ്റ് ഉണ്ട് അതിൽ, അടിപൊളിയായിട്ടുണ്ട്. വേറെ ഇപ്പം ബഡ്ജറ്റ് ആയിരുന്നാലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും ഒരു ബോറിംഗ് ഒന്നുമില്ല. 2.5 മണിക്കൂർ ഫാൻറ്റസി തന്നെയാണ്, നമ്മൾ നാട്ടിൻപുറത്ത് നടക്കുന്നതാണ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. സിനിമ അടിപൊളി, നല്ല മേക്കിംഗ്, അടിപൊളി, രക്ഷയില്ല. പാൻ ഇന്ത്യൻ, ഭയങ്കര എന്താ പറയുക, പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ഉള്ള ഒരു പരിപാടിയായിരുന്നു. ലാഗൊന്നുമില്ല, നമുക്ക് ഒരു ബാഹുബലി റേഞ്ച് സിനിമയാണ് സത്യം പറഞ്ഞത്. പെർഫോമൻസ് വൈസ് എക്സ്ട്രാ ഓർഡിനറി. ടൊവിനോ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ജിതിൻ ലാൻഡിൽ ഒരു രക്ഷയില്ല. ഡയറക്ഷൻ സൂപ്പർ 100% സാറ്റിസ്ഫൈഡ്. 3D എല്ലാം അടിപൊളിയല്ല. അവിടെ കൊള്ളാം, കുഴപ്പമില്ല, ഭയങ്കര കിടിലൊന്നല്ല. ഒരു ഫോക്ലോർ കണ്ടിരുന്ന് കാണേണ്ട പടം. ആ ഫാൻറ്റസിയാണ്, ഒരു അഡ്വഞ്ചർ, ആ ഒരു ട്രഷർ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഐറ്റമാണ്. പിന്നെ പോസിറ്റീവ്സ് എന്ന് പറയാൻ ടൊവിനോൻ്റെ പെർഫോമൻസ്, പിന്നെ മ്യൂസിക് ആൻഡ് ബീജം ഒക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട് ലൈക്ക് അതാ പറയുന്നത്, ടൊവിനോ നൈസായിട്ട് ആ 3 ക്യാരക്ടേഴ്സ് നൈസായിട്ട് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. ആകെ നെഗറ്റീവ് തോന്നി സെക്കൻഡ് ഹാഫ് നല്ലൊരു ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ എലച്ചിലായിട്ട് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ്. കുറച്ചൊന്ന് ഡ്യൂറേഷൻ കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി കൊള്ളാമായത്. ഒട്ടും കൊള്ളൂലെന്നല്ല, കൊള്ളാം. ലൈക്ക് മലയാളത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു 3D പടം വരുന്നതൊക്കെ നൈസാണ്. ഡെബ്യൂ ഡയറക്ടർ തോന്നിയിട്ടില്ല, ലൈക്ക് അങ്ങനത്തെ ഒരു ഡയറക്ഷൻ ആയിരുന്നു. പിന്നെ ആകെ തോന്നിയ 3D എഫക്ട്സ് കുറച്ച് സ്ഥലത്തൊക്കെ ഈ വണ്ടർലയിലൊക്കെ നമ്മൾ 3D പടം കാണില്ല, അതേപോലത്തെ കുറച്ച് ഇതായിട്ട് തോന്നി, അത് മാത്രം നെഗറ്റീവ് തോന്നി. പക്ഷെ കൊള്ളാം, നൈസാണ്. ലൈക്ക് കാന്താരയൊക്കെ ഹിറ്റായെങ്കിൽ ഇത് ഹിറ്റ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അടിപൊളിയായിരുന്നു, എസ്പെഷ്യലി വിഷ്വൽ ട്രീറ്റ് ആണ്. പിന്നെ ടൊവിനോയുടെ ആക്ടിങ് അടിപൊളിയായിരുന്നു. പിന്നെ ആക്ഷൻസ് എടുത്തു പറയേണ്ടതാണ്. പിന്നെ സ്റ്റോറിയും നല്ല അടിപൊളിയാണ്, ലാഗം അങ്ങനെയൊന്നുമില്ല, നല്ല സോങ്സ് ഉണ്ട്. പിന്നെ മെയിൻലി ഈ 2ാം പാർട്ടിലോട്ടുള്ള ലീഡ് പോലെ അങ്ങനെയൊന്നുമില്ല, ഫസ്റ്റ് ഇതോടെ തീർന്നത്. അത് നന്നായിട്ട് എനിക്ക് തോന്നി, ഒരു ക്ലീശ തോന്നിയില്ല, നല്ല സ്റ്റോറിയാണ്, അത് അടിപൊളിയായിരുന്നു. വിഷ്വൽ ട്രീറ്റ് ആണ് ആക്ച്വലി. ഒരു 30 കോടി ബഡ്ജറ്റ് പറഞ്ഞതിൻ്റെ അല്ല, ഒരു 10-60 കോടിയുടെ ഉണ്ട്, പക്ഷേ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു. ഇപ്പം ബേസിലെ ശിഷ്യനാണല്ലോ പടം എടുത്തിരിക്കുന്നത് ജിതിൻ ലാൽ, അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. തിയേറ്റർ വാച്ചിൽ വേണ്ടിയത്. സ്റ്റോറി വൈസ് ആ ഫാൻറ്റസിയാണ് മെയിൻ. 3 കാലഘട്ടമാണ് കാണിക്കുന്നത്. അതിൽ മണീൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ വന്ന് കാണുക, നല്ല അടിപൊളിയാണ്. പെർഫോമൻസ് ടൊവിനോ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ നല്ല ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഫൈറ്റ് ഉണ്ട്, ടോട്ടൽ കുറേ ഫൈറ്റ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമില്ല, ബേസിലിൻ്റെ ശിഷ്യനാണ്, ആ ഒരു ക്വാളിറ്റി എന്തായാലും കാണിച്ചിട്ടുണ്ട്. സിനിമ നല്ല സിനിമയായിരുന്നു. ട്രെയിലർ പോലെ തന്നെ നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമ. അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല ടൊവിനോ തോമസിന് നല്ല എന്താ പറയുക, കുറേ ബാറ്റിൽ സീൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ വന്ന് മസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമ, 3D എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഒരു ഫാൻറ്റസിയാണ്, എല്ലാവരും വന്ന് കാണുന്നതല്ലേ നല്ലത്. ടോവിനോയുടെ കരിയറിലെ ഏറ്റവും നല്ല ബെസ്റ്റ് മൂവിയാണ്. ടോവിനോയുടെ 50ാമത്തെ പടമാണെന്ന് തോന്നുന്നത്, പക്ഷേ നല്ല ബെസ്റ്റ് മൂവിയായിരുന്നു. അതുപോലെ തന്നെ കളരിയൊക്കെ അടിപൊളിയായിട്ട് വഴങ്ങുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനെ ആയിരിക്കും. കാര്യം ഇത് നമ്മുടെ മലയാളത്തിലുള്ള എല്ലാ മിക്ക നടന്മാർക്കും ഒരു പേടി സ്വപ്നമായിരിക്കുകയാണ് ടോവിന്. അതായത് അത്രയ്ക്ക് നല്ല പടമായിരുന്നു. അതായത് കാറ്റിയായും മഴയായും നരിയായും വരുമെന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ കിടുക്ക് പെർഫോമൻസ് ആയിരുന്നു. 3D പടമാണെങ്കിലും കാണാൻ കുട്ടികൾക്കായിരുന്നാലും ഫാമിലിയായിട്ട് വന്നിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. പക്ഷെ കാണുന്നെങ്കിൽ നമ്മുടെ ഏരിയസിലെ ഓടി വണ്ണിൽ തന്നെ വന്നത് കാണണം, എന്നാലേ നമുക്ക് കയറിക്കുള്ളൂ. പടം അടിപൊളിയായിരുന്നു കേട്ടോ.
കിടിലം പടം, നല്ല നല്ല കിടിലം പടമായിരുന്നു. ഫൈറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ടോവിന് ഇത്രത്തോളം അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് നമ്മൾ ഒരിക്കലും. പക്ഷേ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഗംഭീര ക്ലൈമാക്സ് ആയിരുന്നു. നമ്മുടെ വിസ്മയിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് രംഗമായിരുന്നു. വേറെ ലെവലായിരുന്നു ബ്രോ, വേറെ ലെവലായിരുന്നു. എന്നാ പണി വെച്ചിരിക്കേ, വേറെ ലെവലാണ് ടോവിനയുടെ പെർഫോമൻസ്. അതാണ് ടോവിനയുടെ കരിയറിലെ ഏറ്റവും നല്ല ബെസ്റ്റ് മൂവിയും ബെസ്റ്റ് ആക്ടിങ്. അതാണ് പറഞ്ഞത്, നമ്മുടെ പടത്തിൻ്റെ ക്ലൈമാക്സ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് വിസ്മയിപ്പിച്ച് പോയി കളഞ്ഞു. അടിപൊളിയായിട്ടാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടഞ്ഞ വിസ്മയം എന്ന് പറയുമ്പോൾ ലാലേട്ടനെ പോലെ ഉണ്ടല്ലോ. ഏറ്റവും ലാസ്റ്റ് പടത്തിൻ്റെ എൻ്റെ ആകുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു സൗണ്ടും കൂടെ വേറെ ലെവൽ പടം. സൂപ്പർ പടം, സൂപ്പർ പടം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും. അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് പറയുമ്പോൾ കുറച്ച് ആവറേജ് ആവണമെന്നൊക്കെ വിചാരിച്ച് പോകും. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര ഒരു പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ്. ടൊവിനോ എന്ന് വെച്ചാൽ വേറൊരു ലെവൽ ഓഫ് ആക്ടിംഗ് ആണ്. ടൊവിനോ ഒരു 50ാമത്തെ പടം ഒരു മാസീവ് പടമായിരിക്കുകയാണ്. ടൊവിനോ ഭയങ്കര സൂപ്പർ ആക്ടിങ്, ഒന്നും പറയാനില്ല. അതുപോലെ കാസ്റ്റിംഗ് എല്ലാം നന്നായിട്ടുണ്ട്. കൃതി ഷെട്ടിയുടെ നല്ല ഭംഗിയുണ്ട്, മൊത്തത്തിൽ നല്ല രസമുണ്ട്. രണ്ടുപേരുടെ കെമിസ്ട്രി നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ സുർബിയുടെ ആക്ടിങ് ഭയങ്കര രസമുണ്ട്. സുർബിയും ടൊവിനോയുടെ ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഭയങ്കര മനോഹരമായിട്ട്. സുർബിയുടെ നല്ല രസമുള്ള ആക്ടിങ് ഉണ്ട്. ടൊവിനോയുടെ ലവ് സീൻസ് ആയാലും അതുപോലെ തന്നെ ഫൈറ്റ് സീൻസ് ആയാലും കളറി ഫൈറ്റ്സ് കുറേ സീൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര സൂപ്പർ, ഭയങ്കര എലഗൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ലൊരു പടം, വിഷ്വൽ ട്രീറ്റ് ആണ്. 3Dയിൽ കാണുന്നത് ഒരു നമുക്ക് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ക്ലൈമാക്സ് ആയാലും നല്ല ക്ലൈമാക്സ് ആണ്. മൊത്തത്തിൽ ഇതെന്തായാലും വന്ന് ആരും മിസ് ചെയ്യാതെ കാണണം എന്നുള്ളതാണ്. അതുപോലെ ജിതിൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണ്. എനിക്ക് സൂപ്പറായിട്ട് ജിതിൻ ചെയ്തിട്ടുണ്ട്. കാരണം അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഫസ്റ്റാണ് ഡയറക്ഷനിൽ ജിതിൻ വരുന്നത്. അതിൻ്റെതായ നല്ല ഒരു പാളിച്ചില്ല. ഫസ്റ്റ് ഡെബ്യൂ ആണ് പുള്ളിയുടെ ഡയറക്ഷൻ എന്ന് തോന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബേസിൽ ജോസഫ് വളരെ നല്ലൊരു സപ്പോർട്ടിങ് റോൾ കൊടുക്കുന്നുണ്ട് ടോവിനോയ്ക്ക്, അതും നന്നായിട്ടുണ്ട്. കോമഡി കുറച്ച് കുറവുണ്ട്, പക്ഷെ എന്നാൽ പോലും മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രഫി, ജോമോണ്ടി ജോണൊക്കെ വേറെ ലെവൽ സാധനമാണ് കേട്ടോ. അതുപോലെ VFX എല്ലാം വിഷ്വൽ ട്രീറ്റ് ആണ് പടം. 3D തന്നെ കാണണം. എനിക്കത് 3D കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. 3D മിസ് ചെയ്തില്ല. 2Dയിൽ എനിക്കറിയില്ല. 3D ഭയങ്കര രസമുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗൊക്കെ ഉണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു പടം. ഓണം വിന്നറാവാൻ നല്ല സാധ്യതയുണ്ട്. എല്ലാ പടം വിജയിച്ച് കയറട്ടെ. ശരി, ഓക്കെ. നല്ല മൂവിയായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വാച്ച്. ടൊവിനോയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. 3D എഫക്റ്റ് സൂപ്പറായിരുന്നു. ഫാന്റസി ത്രില്ലിംഗ് ആണ്, ഭയങ്കര ത്രില്ലിംഗ് ആണ്. അടുത്തെന്താന്നുള്ള ഭയങ്കര ത്രില്ലിംഗ് ആണ്. താങ്ക് യു. എന്തായാലും അതിഗംഭീര റെസ്പോൺസ് ആണ് ആദ്യ ഷോയ്ക്ക് ശേഷം ARM എന്ന ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. 3Dയിൽ തന്നെ വന്ന് കാണണമെന്നും മികച്ച തിയേറ്റർ അനുഭവമാണെന്നുമാണ് ആദ്യ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത്. എരിസ്പെക്സ് തിയേറ്ററിൽ നിന്നും ഹരികൃഷ്ണൻ, ന്യൂസ് 18.